വിഴിഞ്ഞം തുറമുഖത്ത് ഓഹരി നിക്ഷേപം നടത്താനുള്ള MSCയുടെ നീക്കത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം. അദാനിയുടെ നീക്കം മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞില്ലെന്ന് വാദം വിശ്വാസത്തിലെടുക്കാൻ ആവില്ലെന്ന നിലപാടാണ് KC വിഭാഗം. വിഷയത്തിൽ അടിയന്തര KPC യോഗം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPC അധ്യക്ഷന് കത്ത് നൽകിയത് ഈ നീക്കത്തിന്റെ ഭാഗമായാണ് എന്നാണ് സൂചന. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് LDF-ഉം. വിഴിഞ്ഞം വിൽക്കരുത് എന്ന മുദ്രാവാക്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന LDF പ്രതിഷേധ സംഗമം ഇന്ന് വിഴിഞ്ഞത്ത് നടക്കും എന്നാണ് വിവരം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ഈ വിഷയത്തിൽ പരസ്യമായി എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് രണ്ട് KPCC ജനറൽ സെക്രട്ടറിമാരാണ്. ഒന്ന് നിയാസും മറ്റൊന്നൊരു അഭിലാഷും. ഈ രണ്ടുപേരും KC പക്ഷമാണ്. നമുക്കറിയാം, ഭരണം ആരംഭിച്ച് 2 മാസം തികയുന്നതേ ഉള്ളൂ സതീശൻ സർക്കാരിന്. അതിന് മുൻപ് തന്നെ സതീഷിനെ പ്രതിരോധത്തിലാക്കുക എന്നൊരു വലിയ ലക്ഷ്യം KC വിഭാഗത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ പല വിഷയങ്ങളിലും അവർ മുന്നോട്ട് വെക്കുന്നത്. വിഴിഞ്ഞത്തെ MSCയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വന്ന വിശദീകരണം എല്ലാവരും കണ്ടതാണ്. അത് ഒരു തരത്തിലും സർക്കാരിനെ അറിയിക്കാതുള്ളൊരു നീക്കമാണ് അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് അവർ അന്ന് വ്യക്തമാക്കിയത്. നിയമസഭയിലും മുഖ്യമന്ത്രി അത് തന്നെയായിരുന്നു പറഞ്ഞത്. അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞ ആശങ്കകൾ അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് മാത്രമേ അങ്ങനെ മുമ്പോട്ട് പോയാൽ അതിന് അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിനുശേഷവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുടെ ആക്കം കൂടുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് കൂടിയായ MR അഭിലാഷ് KC പക്ഷത്തെ വിശ്വസ്തനാണ് അദ്ദേഹം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് അടിയന്തര KPCC നേതൃയോഗം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യങ്ങൾ സമീപകാലത്തുണ്ടായ വിവാദങ്ങളിൽ, അതായത് ഈ വിഴിഞ്ഞം തുറമുഖത്തെ MSCയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടും N ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിവാദങ്ങളിൽ കൃത്യമായ പാർട്ടി നേതൃയോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണം എന്ന ആവശ്യമാണ് നേരത്തെ PM നിയാസ് ഉന്നയിച്ച അതേ ആവശ്യം MR അഭിലാഷ് കൂടി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കത്ത് പരിഗണിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ അടിയന്തരമായ ഒരു KPCC നേതൃയോഗം അടുത്തയാഴ്ച വിളിച്ചു ചേർക്കാനാണ് സാധ്യത. ആ നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിക്കാനുള്ള ഒരു നീക്കം മറുവിഭാഗം ശക്തമാക്കുകയാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കത്തിൽ, അല്ലെങ്കിൽ സർക്കാരിന് ലഭിച്ചിരിക്കുന്ന കത്തിൽ, അദാനി ഗ്രൂപ്പിന്റെ കത്തിൽ തുടർ നടപടികൾ എങ്ങനെ വേണം എന്ന് ആലോചിക്കാൻ ഒരു എംപവേർഡ് കമ്മിറ്റിയെ, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ മറ്റൊരു കത്ത് കൂടി അദാനി ഗ്രൂപ്പ് സർക്കാരിന് നൽകും എന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തുവരുന്നത്. അതായത് സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുക എന്നത് അതിലെ പ്രധാനപ്പെട്ട കരാറിലെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അദാനി ഗ്രൂപ്പാണ്. സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലായിരുന്നു വിഴിഞ്ഞം തുറമുഖ കരാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ നിക്ഷേപം അവിടെ നടത്തി, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു വികസന സാധ്യതകൾക്കെന്ന് പറഞ്ഞ് MSC ഇവിടേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പാണ് അതിലെ സുതാര്യത ഉറപ്പുവരുത്താൻ ഏറ്റവും കൂടുതൽ നിർബന്ധിതരാകുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശങ്കകൾ, അത് ഏത് തരത്തിൽ കൺസിഡർ ചെയ്യും, പരിഗണിക്കും എന്ന കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും. ശരി, അതിനിടയിൽ ഇന്നിപ്പോൾ LDF-ന്റെ ഒരു പ്രതിഷേധ സംഗമം കൂടി വിഴിഞ്ഞത്ത് നടക്കുന്നുണ്ട്. LDF-ഉം ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. നിയമസഭയിലൊക്കെ ആദ്യഘട്ടത്തിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു LDF-ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന അതിനെ പറ്റിയൊരു ആയുധമായി തന്നെ വിഴിഞ്ഞ വിഷയം അവർ സ്വീകരിക്കുന്ന പശ്ചാത്തലം കൂടി വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.